بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين أما بعد. ദുആഇന്റെ ആദാബുമായി ബന്ധപ്പെട്ട് ചില ആദാബുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ദർസിൽ. ഏതൊക്കെയാണത്? ഒന്നാമത്തത് അൻ തകൂന മൂഖിനൻ അൽ ഇജാബ, ഉത്തരം നൽകപ്പെടുമെന്ന ദൃഢമായ വിശ്വാസത്തോടുകൂടി അള്ളാഹുവിനോട് ദുആ ചെയ്യാം. രണ്ടാമത്തത് അല്ലാ തഖൂൽ ഇൻ ശിഅത ഔ ഇൻഷാ അല്ലാഹ്, നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അള്ളാഹുവെ നീ എനിക്ക് പുറത്തു തരിക എന്ന രീതിയിൽ ദുആ ചെയ്യാതിരിക്കുക. മൂന്നാമത്തത് അള്ളാഹുവിൻ്റെ അസ്മായിൽപ്പെട്ട ഏതെങ്കിലും ഇസ്മിനെയോ അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ട ഏതെങ്കിലും സിഫത്തിനെയോ ദുആക്ക് മുമ്പായിക്കൊണ്ട് വരിക. പിന്നെ നാലാമത്തത് ഖത്ഇഅത്തുർ റഹീം, അതായത് കുടുംബബന്ധം മുറിക്കുന്ന ദുആ ഇല്ലാതിരിക്കുക, അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള ദുആ ഇല്ലാതിരിക്കുക. അഞ്ചാമത്തത് ഏറ്റവും നല്ല അവസ്ഥയിൽ ദുആ ചെയ്യാം, വുളൂഇന്റെ അവസ്ഥയിൽ. അതുപോലെ പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥിരപ്പെട്ട ദുആകൾ ഉപയോഗിക്കുക, അതുപോലെ മുഅല്ലഫായിട്ടുള്ളത് ഉപയോഗിക്കാതിരിക്കുക. പിന്നെ ഏഴാമത്തത് ജവാമിയായിട്ടുള്ള ദുആ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, അങ്ങനെ ദുആ ചെയ്യൽ ജായിസാണോ? എന്താണ് ഫദ്ല്? മൻ ഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീൻ വലികുല്ലി അല്ലാഹുമ്മ മൻ ഖാല അല്ലാഹുമ്മ ഗ്ഫിർ ലി വലികുല്ലി മുഅ്മിനിൻ വ മുഅ്മിന കുതിബ ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിന ഹസന. ദുആ ചെയ്യപ്പെടുന്ന ഓരോ മുഅ്മിനും മുഅ്മിനത്തായ സ്ത്രീയുടെയും പേരിൽ ഓരോ ഹസനത്ത് അവന് രേഖപ്പെടുത്തപ്പെടും. ഖാല റഹ്മഹുല്ലാഹ് ബാബ് ഖൗലു ഔ ബാബുൻ ലാ യഖൂൽ അബ്ദി വ അമതി, ലാ യഖൂൽ അബ്ദി വ അമതി, എൻ്റെ അടിമ, എൻ്റെ സ്ത്രീയായ അടിമ എന്ന് പറയരുത്. അബ്ദി പുരുഷനായ അടിമ, അമതി സ്ത്രീയായിട്ടുള്ള അടിമ. ലാ യഖൂലു അബ്ദി വ അമതി. قال في الصحيح عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يقول أحدكم أطعم ربك وضئ ربك وليقل سيدي ومولاي ولا يقل عبدي وأمتي وليقل فتاي وفتاتي وغلامي. ഈ ബാബും ലഫ്ലുമായി ബന്ധപ്പെട്ട അദബിന്റെ ഒരു ബാബാണ്. സംസാരിക്കുന്ന വാക്കുകൾ, അതിൽ അദബുമായി ബന്ധപ്പെട്ട ബാബാണ് ഇത്. വതജന്നു മാ യുഖില്ലു ബിത്തൗഹീദ്, തൗഹീദിന് ഭംഗം വരുത്തുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിൽപ്പെട്ടതാണ്. ലാ യഖൂലു അബ്ദി വ അമതി. ഫി സ്വഹീഹ് ഐ ഫി സ്വഹീഹുൽ ബുഖാരി വ മുസ്ലിം, രണ്ട് സ്വഹീലും വന്നിട്ടുള്ള ഹദീസാണ്. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يقول أحدكم, നിങ്ങൾ ഒരാളും പ്രകാരം പറയരുത്, അത്ഇം റബ്ബക്, നിന്റെ റബ്ബിനെ നീ ഭക്ഷിപ്പിക്കുക, വദ്ദി റബ്ബക്, നിന്റെ റബ്ബിനെ നീ വുളു എടുക്കാൻ സഹായിക്കുക. ഇവിടെ റബ്ബ് എന്ന ഉദ്ദേശം യജമാൻ എന്നുള്ള അർത്ഥത്തിലാണ്, നേരെ റബ്ബ് സുബ്ഹാനഹു വ തആല അല്ല ഉദ്ദേശം. വൽയഖുൽ സയ്യിദി വ മൗലായ, നേരെ മറിച്ച് നീ പറയുക, അവൻ പറയട്ടെ സയ്യിദി വ മൗലായ. വലാ യഖുൽ അബ്ദി വ അമതി, അബ്ദി എൻ്റെ അടിമ, എൻ്റെ സ്ത്രീയായ അടിമ എന്ന് അവൻ പറയരുത്.
വൽയഖുൽ ഫതായ വഫതാതി വഗുലാമി, എൻ്റെ കുട്ടി എന്നുള്ള ആൾക്ക് സംസാരിക്കാം. وهذا النهي قال أهل العلم للكراهة لا للتحريم. ഇപ്പോൾ ഉലമാക്കൾ ഇതിനെപ്പറ്റി പറയുന്നത് ഇവിടെ വന്നിട്ടുള്ള നഹി, ഈ വിരോധനം, അത് കറാഹത്തിൻ്റെതാണ്, നേരെ മറിച്ച് ഹറാമിൻ്റെതല്ല. لأنه جاء في بعض الأحاديث تسمية العبد بالعبد والأمة بالأمة والسيد بالرب، رب الإبل ورب كذا إضافة مضاف. ചില ഹദീസുകളിൽ ആ രീതിയിൽ വന്നിട്ടുണ്ട്, റബ്ബിനെ ഇദാഫ ചെയ്തുകൊണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉപയോഗിക്കലത് കറാഹത്താണ്. ഇവിടെ തഹരീമിന്റെ കറാഹത്ത് വിരോധനമല്ല, നേരെ മറിച്ച് കറാഹത്തായതിന്റെ രീതിയിലാണ് വന്നിട്ടുള്ളത്. അതാണ് ഉലമാക്കൾ ഇതിനെ പറ്റി പറയുന്നത്. لا يقول أحدكم أطعم ربك فيكره ذلك للنهي عنه. എന്തുകൊണ്ട് അത് മക്രൂഹാകുന്നു? അത്ഇം റബ്ബക്, നിന്റെ യജമാനെ നീ ഭക്ഷിപ്പിക്കുക. ലിഅന്ന ഫീഹി മഹ്ദൂറൈൻ, രണ്ട് കാര്യങ്ങളാണ് അതിൽ ഉള്ളത്, അത് മക്രൂഹായി തീരാൻ. ഒന്ന് കലിമത്തു റബ്ബ്, റബ്ബ് എന്നുള്ള പദം. ലിഅന്ന റബ്ബ് മിൻ അസ്മാഇ സുബ്ഹാനഹു വതആല, അല്ലാഹു തആലയുടെ ഇസ്മിൽപ്പെട്ടതാണ് റബ്ബ് എന്നുള്ളത്. വഹുവ സുബ്ഹാനഹു വതആല യുത്ഇം വലാ യുത്അം, അല്ലാഹു തആല അവനാണ് ഭക്ഷിപ്പിക്കുന്നത്, അവൻ ഭക്ഷിക്കുന്നവനല്ല. അപ്പൊ അത്ഇം റബ്ബക്, നിന്റെ റബ്ബിനെ നീ ഭക്ഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ ആ റബ്ബ് കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ആ വ്യക്തി അല്ലാഹു തആലയെ അല്ലെങ്കിൽ പോലും ആ പദം ഒഴിവാക്കുകയാണ് അദബിൽപ്പെട്ടത്. വലാകിൻ മിൻ ബാബിൽ അദബ് ഫിൽ ലഫ്സ്, ആ സംസാരിക്കുന്ന വാക്കുകളിലുള്ള അദബ് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ആ തരത്തിലുള്ള പദങ്ങൾ ഉപേക്ഷിക്കലാണ് നല്ലത്. രണ്ടാമത്തത്, ഒരടിമക്ക് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളെ കൊണ്ട് നിന്ദ്യത അനുഭവപ്പെടും എന്നുള്ളത്. അന്നഹു യശ്ഉൽ അബ്ദ് ഔ ലമ ബിദ്ദുൽ, قال الإمام السعدي رحمه الله تحفظا عن اللفظ الذي فيه إيهام, ഭാഷയെക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുള്ള വാക്കുകൾ ഉപേക്ഷിക്കുക എന്നുള്ളതും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നാവിനെ സംരക്ഷിക്കുക. ومحظور ولو على وجه بعيد يعني هذا تحفظا من اللفظ الذي فيه إيهام أنه عبدي. ഉദാഹരണത്തിന് ഒരാൾ പറയും ഹാദാ അബ്ദി, ഇവൻ എൻ്റെ അടിമയാണ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കുന്ന സംസാരമാണ്. ഒരാൾ പറയാം ഹാദാ അബ്ദി വഹാദി അമതി, അതുകൊണ്ട് തന്നെ അത് ഹറാമാണ്. ഐ കറാഹ ലാ തഹ്രീമൻ മുഗല്ലദൻ, കറാഹത്താണ് അത്തരത്തിലുള്ള സംസാരം. فعلى الإنسان أن يلتزم بالآداب اللفظية التي فيها أدب مع النبي ومع الصحابة، كل ذلك من الاستقامة باللسان. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പദങ്ങളിലുള്ള ആദാബുകൾ, മര്യാദകൾ അവൻ കാത്തു സൂക്ഷിക്കേണ്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബ്, അതിനു മുമ്പ് അല്ലാഹു തആലയോടുള്ള അദബ്, സ്വഹാബത്തിനോടുള്ള അദബ്, അത് കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ലിസാനിന്റെ, നാവിന്റെ നേരായിട്ടുള്ള നിലനിൽപ്പിന്റെ പെട്ടതാണ്. وقوله سيدي ومولاي الولاية الخاصة ليس للعام. ഇവിടെ ഉദ്ദേശം സയ്യിദി, എൻ്റെ നേതാവ്
മൗലായ എൻ്റെ സംരക്ഷകൻ. അവിടെ ഉദ്ദേശം വിലായ അൽ ഖാസ, ഖാസായിട്ടുള്ള വിലായത്താണ്, സംരക്ഷണമാണ്, മൊത്തത്തിലുള്ള സംരക്ഷണമല്ല. ഇപ്പൊ സിയാദ എന്നുള്ളത് ഖാസായിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ വിലായത്തും ഖാസായിട്ടുള്ളതുണ്ട് സംരക്ഷണം. ആമായിട്ടുള്ള സംരക്ഷണം എന്ന് പറഞ്ഞാൽ അല്ലാഹു തആലയാണ് അതിൻ്റെ സംരക്ഷകൻ. പക്ഷെ ഒരു വ്യക്തിയുടെ കീഴിലുള്ള അടിമ, ആ അടിമയുടെ സയ്യിദ്, ആ അടിമയുടെ യജമാനകൻ, നേതാവ്, ആ അടിമയുടെ സംരക്ഷകൻ എന്ന് പറയാം. അത് ഖാസായിട്ടുള്ളതാണ്, പ്രത്യേകമായിട്ട് ആ ഒരു കാര്യത്തിൽ പരിമിതപ്പെട്ടതാണ്. നേരെ മറിച്ച് ഉമൂമായ മൊത്തത്തിലുള്ള സയ്യിദ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള വിലായത്ത് അത് അല്ലാഹു തആലക്കുള്ളതാണ്. വിലായത്തുൻ ഖാസ ലാ വിലായ ആമ്മ. ഫൽ വലി വിലായ ആമ്മ ഹുവ അല്ലാഹ്. ഇപ്പൊ മൊത്തത്തിൽ ഉമൂമായി കൊണ്ടുള്ള വിലായത്ത് അത് അല്ലാഹു തആലയുടെ കൈകളിലാണ്. അവനാണ് അൽ വലി. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് അൽ വലി. ഇന്നല്ലാഹ ഹുവൽ വലിയുൽ ഹമീദ് വഅന്ന അല്ലാഹു ഹുവൽ വലിയുൽ ഹമീദ്. അതുപോലെ തന്നെ സിയാദത്ത് അൽ ഹഖീഖിയ്യ, യഥാർത്ഥത്തിലുള്ള സിയാദ, നേതൃത്വം. സിയാദത്തുൽ മുഅ്മിൻ വ സിയാദത്തുൽ ഉലമാ വസ്സാലിഹീൻ, അവരുടെ നേതൃത്വമാണ് യഥാർത്ഥത്തിലുള്ള നേതൃത്വം എന്ന് പറയുന്നത്. സിയാദത്ത് അൽ മുഅ്മിൻ, സിയാദത്തുൽ ഉലമാ, സിയാദത്തുസ് സാലിഹീൻ. അമ്മ സിയാദത്തുർ റജുൽ ലിഅബ്ദിഹി ഫഹി സിയാദ ഖാസ. എന്നാൽ ഒരു മനുഷ്യൻ അവന്റെ അടിമയുടെ മേലുള്ള അവന്റെ സിയാദ, അവന്റെ നേതൃത്വം എന്ന് പറയുന്നത് പ്രത്യേകമായിട്ടുള്ളതാണ്. جاء في الحديث لا تقولوا للمنافق سيد. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മുനാഫിക്കിനെ സയ്യിദ് എന്ന് വിളിക്കരുത്. ഒരു കപടവിശ്വാസിയെ സയ്യിദ്, യജമാനൻ എന്ന് വിളിക്കരുത്. ഇൻ യകു സയ്യിദൻ ഫഖദ് അസ്ഖത്തും റബ്ബക്കും അസ്സ വജൽ. കാരണം അവനെ സയ്യിദ് എന്ന് വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നീ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വെറുപ്പുണ്ടാക്കി. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സിയാദ അത് മുഅ്മിനീങ്ങൾക്കാണുള്ളത്. സിയാദ, സിയാദത്തുൽ മുഅ്മിൻ വ സിയാദത്തുൽ ഉലമാ വസ്സാലിഹീൻ. എന്നാൽ സിയാദ ആമ്മ അത് അല്ലാഹു തആലയാണ്. قال رحمه الله باب لا يرد من سأل بالله. لا يرد من سأل بالله. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കപ്പെടുന്ന ചോദ്യം അത് തള്ളപ്പെടരുത്. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ ചോദിച്ചാൽ അത് തള്ളപ്പെടാൻ പാടില്ല. ഉദാഹരണത്തിന് അസ്അലുക ബില്ലാ, ഒരു വ്യക്തി പറയണം അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്തെങ്കിലും ഒരു കാര്യം. അങ്ങനെ ഒരു കാര്യം ചോദിക്കപ്പെട്ടാൽ അതിനെ തള്ളാൻ പാടില്ല, അത് നിറവേറ്റി കൊടുക്കണം. وهذا أيضا لأن من سأل بالله يقابل بتعظيم من سأله به. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയാണ് അഭിമുഖീകരിക്കേണ്ടത്, ആരുടെ പേരിലാണ് അവൻ ചോദിച്ചിട്ടുള്ളത്, ആരുടെ പേരിലാണ് അവൻ ചോദിച്ചത്, ആ വ്യക്തിയെ തഅദീം ചെയ്തുകൊണ്ടാണ്. അല്ലാഹു തആലയെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ ചോദിച്ചാൽ അത് നിറവേറ്റി കൊടുക്കൽ എന്താണ്? അല്ലാഹു തആലയെ തഅദീം ചെയ്യുന്നതിൽപ്പെട്ടതാണ്, മഹത്വപ്പെടുത്തുന്നതിൽപ്പെട്ടതാണ്. ലൗ ജാ അഹദുൻ ഖാല അസ്അലുക ബിമാ ഫീ ബൈനി വ ബൈനക മിൻ ഖറാബ. ഒരു വ്യക്തി വന്നുകൊണ്ട് പറയാണ് എനിക്കും നിനക്കും ഇടയിലുള്ള ബന്ധത്തിന്റെ പേരിൽ അതിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു. വേറൊരു വ്യക്തി പറയുന്നു നിനക്കും എനിക്കും ഇടയിലുള്ള സാഹോദര്യത്തിന്റെ പേരിൽ ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുന്നു. വേറൊരാൾ പറയാണ് നിന്റെ ജാഹിന് അതല്ലെങ്കിൽ നിന്റെ അവകാശത്തെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വേറൊരു വ്യക്തി പറയുന്നു അസ്അലുക ബില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഇതിലേതാണ് ഏറ്റവും ആദമായിട്ടുള്ളത്? അസ്അലുക ബില്ലാ, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്നതാണ്. അസ്അലുക ബില്ലാ, അസ്വാൽ ബില്ലാ. ഫൽ ഇൻസാൻ ഇദാ സുഇല ബില്ലാ ഫൽയുജിബ്. ഒരു മനുഷ്യൻ അല്ലാഹുവിനെ കൊണ്ട് ചോദിക്കപ്പെട്ടാൽ, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കപ്പെട്ടാൽ
അതിന് ആ ചോദ്യത്തിന് ഉത്തരം ചെയ്യപ്പെടണം. قال عن ابن عمر رضي الله عنهما قال قال رسول الله صلى الله عليه وسلم من استعاذ بالله فأعيذوه ومن سأل بالله فأعطوه ومن دعاكم فأجيبوه ومن صنع إليكم معروفا فكافئوه فإن لم تجدوا ما تكافئونه فادعوا له حتى تروا أنكم قد كافأتم. رواه أبو داود والنسائي بسند صحيح. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇസ്തആദ ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ട് നിങ്ങളോട് അഭയം തേടിയാൽ, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിങ്ങളോട് ആരെങ്കിലും അഭയം തേടിയാൽ ഫഅഈദൂഹു, നിങ്ങൾ അവന് അഭയം നൽകുക. വമൻ സഅല ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിച്ചാൽ ഫഅതൂഹു, അവന് നീ ആ ചോദിച്ചത് നൽകുക. വമൻ ദഅാകും ഫഅജീബൂഹ്, നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് നിങ്ങൾ ഉത്തരം നൽകുക. വമൻ സ്വനഅ ഇലൈക്കും മഅറൂഫൻ, നിങ്ങളോട് ആരെങ്കിലും ഒരു നന്മ പ്രവർത്തിച്ചാൽ ഫകാഫിഊഹ്, അതിന് പകരമായി കൊണ്ട് നിങ്ങൾ പ്രത്യുപകാരം നൽകുക. ഫഇൻ ലം തജിദൂ മാ തുകാഫിഊനഹു, നീ അവന് പ്രത്യുപകാരം നൽകാൻ നിങ്ങളൊന്നും കണ്ടെത്തുന്നില്ലെങ്കിൽ ഫദ്ഉ ലഹു, നിങ്ങൾ അവന് വേണ്ടി ദുആ ചെയ്യുക. ഹത്താ തറൗ അന്നകും ഖദ് കാഫഅതും, നീ അതിന് പ്രത്യുപകാരം നൽകി എന്ന് നീ തൃപ്തിപ്പെടുന്നത് വരെ അവന് വേണ്ടി നീ ദുആ ചെയ്യുക. വല്ലദീ യുറദ്ദു അസ്വാൽ വല്ലദീ യറുദ്ദു അസ്വാൽ മിനൻ നാസ് ഇൻ റദ്ദ അസ്വാൽ ബില്ലാഹ് ഇസ്തിഗ്ഫാഫൻ ബില്ലാഹ് ഹാദാ യക്ഫുർ. അല്ലാഹു തആലയെ മുൻനിർത്തിക്കൊണ്ട് ഒരു വ്യക്തി ഒരാളുടെ അടുക്കൽ ഒരാവശ്യം തേടി, അപ്പൊ അവിടെ ആ ആവശ്യത്തെ ഒരാൾ തള്ളിക്കളയുകയാണ്. എന്തിന്റെ പേരിലാണ്? അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടാണ് അവൻ ചോദിച്ചത്. അതിനെ കൊച്ചാക്കിക്കൊണ്ട്, അതിനെ നിരസാരമാക്കിക്കൊണ്ടാണ് അവൻ അതിനെ തള്ളിക്കളയുന്നതെങ്കിൽ അവൻ കാഫിറായിത്തീരും. അള്ളാഹുവിന്റെ പേരിൽ ചോദിച്ചു എന്നതിന്റെ പേരിലാണ് അവൻ അതിനെ തള്ളിക്കളയുന്നതെങ്കിൽ അവൻ കാഫിറായിത്തീരും. വൈൻ റദ്ദ സ്വാൽ ബില്ലാഹ് ലിഅന്നഹു ലാ യസ്തതിഅ ഫഹാദാ ലാ യക്ഫുർ. നേരെ മറിച്ച് അവന് കഴിവില്ലാത്തൊരു കാര്യമാണ് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾ ചോദിച്ചത്. അപ്പൊ ആ കഴിവില്ലാത്തതിന്റെ പേരിൽ ആ ചോദ്യത്തെ അവൻ തള്ളുന്നു എങ്കിൽ അവൻ കാഫിറാകുന്നതല്ല. وبعضهم ذهب إلى الكراهة أن يرد الإنسان من سأل بالله وبعضهم ذهب إلى التحريم. അപ്പോൾ ചില ഉലമാക്കള് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യം അതിനെ തള്ളുന്നത് കറാഹത്താണ് എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു, ചിലർ അത് ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ആദ്യത്തേത് അതിനെ ഇസ്തിഗ്ഫാഫായിക്കൊണ്ട്, അതിനെ കൊച്ചാക്കിക്കൊണ്ടാണ്, അള്ളാഹുവിന്റെ പേര് ചോദിച്ചതിനെ കൊച്ചാക്കിക്കൊണ്ടാണ് ഒരാൾ അതിനെ തള്ളുന്നത് എങ്കിൽ അത് കാഫിറാണ്, അവൻ കാഫിറായിത്തീരും. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇസ്തആദ ബില്ലാഹി ഫഅഈദു, ആരെങ്കിലും അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് അഭയം തേടിയാൽ നീ അവന് അഭയം നൽകുക. ഫൈദാ റഅയ്ത ഇൻസാനൻ യഖൂൽ അഊദു ബില്ലാഹ് അൻ യഖൂല കദാ വസ്തതഅത അൻ തുജന്നിബഹു ഹാദാ ഫജ്നിബ്. ഒരു മനുഷ്യൻ നിന്നോട് പറയുകയാണ് അഊദു ബില്ലാഹി അൻ യഖൂല കദാ, ഇപ്രകാരം പറയുന്നത് തൊട്ട് ഞാൻ അള്ളാഹുവിനോട് അഭയം തേടുന്നു, അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അഭയം തേടുന്നു. അങ്ങനെയാണെങ്കിൽ നിനക്ക് സാധിക്കുന്ന വിധം ആ കാര്യം നീ ഉപേക്ഷിക്കരുത്, നിന്റെ മേലെ വാജിബാണ്. ആ സംസാരത്തിനുള്ള സംസാരിക്കാതിരിക്കുക എന്നുള്ളത് നിന്റെ മേലെ വാജിബായി തീരും. വഖൗലുഹു വമൻ ദഅാകും ഫഅജീബൂഹു, വമൻ ദഅാകും ഫഅജീബു, നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുക. വഖീല ഖാസും ബിദ്ദഅവ ഇലൽ വലീമ വഖീല ആം ബികുല്ലി ദഅവ. രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ആ ദഅവത്ത്, ആ ക്ഷണം എന്തിന്റെ ക്ഷണമാണ്? ചില ഉലമാക്കൾ പറഞ്ഞത് വലീമയുടെ ക്ഷണം മാത്രമാണ്. വലീമയുടെ ക്ഷണമാണെങ്കിൽ മാത്രമാണ് ഉത്തരം ചെയ്യൽ വാജിബായിട്ടുള്ളത്. പിന്നെ ചില വിഭാഗ ഉലമാക്കൾ പറഞ്ഞത് അത് ഏത് തരത്തിലുള്ള ദഅവത്താകട്ടെ, വലീമയ്ക്കുള്ള ക്ഷണമാകട്ടെ, അല്ലെങ്കിൽ അഖീഖയുടെ ക്ഷണമാകട്ടെ, അതല്ലെങ്കിൽ വേറെ സൽക്കാരോ അങ്ങനെ എന്തെങ്കിലും ക്ഷണമാകട്ടെ, എല്ലാ ക്ഷണവും ഇതിൽ പെടും.
എന്ന് ചില വാക്കുകൾ പറഞ്ഞു. جاء في بعض الروايات في صحيح مسلم إذا دعي أحدكم فليجيب وليمة كان أو نحوها. إذا دعي أحدكم നിങ്ങൾ ഒരാൾ ക്ഷണിക്കപ്പെട്ടാൽ ഫൽയുജീബ് അവൻ അതിന് ഉത്തരം നൽകട്ടെ. വലീമത്തൻ കാന ഔ നഹ്വ, വലീമയാകട്ടെ അതല്ല അതുപോലെയുള്ള എന്തെങ്കിലും ആകട്ടെ, അഖീഖ വലീമ അഖീഖ അതുപോലെ ഏത് ക്ഷണമാകട്ടെ അവൻ അതിന് ഉത്തരം നൽകട്ടെ. അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞത് രണ്ട് തരത്തിലാണ്. അസ്വാൽ ബില്ലാ യൻഖസിം ഇലാ ഖിസ്മൈൻ, അല്ലാഹു തആലയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യം. ഒന്നാമത്തേത് അസ്വാൽ ബില്ലാ ബിസ്സീഖ മസലൻ യഖൂൽ അസ്അലുക ബില്ലാ, അതാണ് ഒന്നാമത്തേനും. അതായത് അസ്അലുക ബില്ലാ, ആ രീതിയിൽ ചോദിക്കുക. അല്ലാഹുവിനെ കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു, അസ്അലുക ബില്ലാ. രണ്ടാമത്തത് അസ്വാൽ ബിശറഇല്ലാഹി അസ്സ വജൽ, അല്ലാഹു തആലയുടെ ശറഅ് കൊണ്ട്, അല്ലാഹു തആല നിയമമാക്കിയ ഒരു കാര്യം കൊണ്ട് ചോദിക്കുക. യസ്അലു സുആലൻ യബീഹു ശറഅ് അനുവദിച്ച തരത്തിലുള്ള ചോദ്യം. ഇതുപോലെ കസുആലിൽ ഫഖീർ മിന സ്വദഖ, ഒരു ഫഖീറായ മനുഷ്യൻ സ്വദഖയിൽ നിന്ന് ഒരാളോട് ചോദിക്കുന്നു. അതേപോലെ ഇൽമിന്റെ കാര്യത്തിൽ ഒരു മസലയെക്കുറിച്ച് ഒരാൾ ഒരു ആലിമിനോട് ചോദിക്കുന്നു. ഇതെല്ലാം ശറഅ് അനുവദിച്ച രീതിയിലുള്ള ചോദ്യങ്ങളാണ്. ആദ്യത്തേത് അസ്അലുക ബില്ലാ, ആ രീതിയിൽ അല്ലാഹു തആലയെ മുൻനിർത്തിക്കൊണ്ടുള്ള ചോദ്യം. രണ്ടാമത്തേത് ശറഅ് അനുവദിച്ച രീതിയിലുള്ള ചോദ്യം. അപ്പം ആദ്യത്തെ ചോദ്യം അതിനെ റദ്ദ് ചെയ്യൽ, അതിനെ തള്ളിക്കളയൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ കറാഹത്തായി തീരും അല്ലെങ്കിൽ ഹറാമായി തീരും. അത് ചോദിക്കുന്ന വ്യക്തിയുടെ അതേപോലെ ചോദിക്കപ്പെടുന്ന ആളുടെയും ഹാല് പോലെ അതിനനുസരിച്ചാണ്. മസ്അല ഹൽ യജൂസു ലിൽ ഇൻസാൻ അൻ യസ്അല ബില്ലാഹ് അം ലാ, അല്ലാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഒരാൾക്ക് ചോദിക്കൽ അനുവദനീയമാണോ അല്ലേ? അല്ലാഹു തആല മുൻനിർത്തിക്കൊണ്ട് ഒരാൾക്ക് ചോദിക്കൽ അനുവദനീയമാണോ അല്ലയോ? ഒന്നാമത്തത് അസ്സുആൽ മിൻ ഹൈഥു ഹുവ മക്റൂഹുൻ വലാ യൻബഗി ലിൽ ഇൻസാൻ യസ്അല അഹദൻ ഷൈഅൻ ഇല്ലാ ഇദാ ദഅത്തിൽ ഹാജ. ഒരാൾക്ക് അതിന്റെ ഹാജത്ത്, ആവശ്യം ഉണ്ടായെങ്കിൽ അല്ലാതെ അത് ചോദിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അല്ലാതെ ചോദിക്കുക എന്നുള്ളത് മക്റൂഹാണ്. യഥാർത്ഥത്തിൽ ആ കാര്യത്തിലേക്ക് അവൻ ആവശ്യക്കാരനായിരിക്കണം. ഫസ്സുആൽ അസ്ലൻ മക്റൂഹുൻ ഔ മുഹറം ഇല്ലാ ലിൽ ഹാജ അവി ദറൂറ. അപ്പൊ ചോദിക്കുക എന്നുള്ളതിന്റെ, ആളുടെ അടുത്ത് ചോദിക്കുക എന്നുള്ളതിന്റെ അസ്ൽ എന്താണ്? അതിന്റെ അടിസ്ഥാനം ഒന്നുകിൽ മക്റൂഹാണ് അല്ലെങ്കിൽ ഹറാമാണ്. മക്റൂഹാണ് അല്ലെങ്കിൽ ഹറാമാണ്. ഏത് കാര്യത്തിലൊഴിച്ച്? ഇല്ലാ ലിൽ ഹാജ അവി ദറൂറ, ആവശ്യമോ അല്ലെങ്കിൽ അങ്ങേയറ്റം നിർബന്ധമായിട്ടുള്ള ഒരു സാഹചര്യത്തിലോ അല്ലാതെ ജനങ്ങളോട് ചോദിക്കുക എന്നുള്ളത് ഒന്നുകിൽ മക്റൂഹാണ് അല്ലെങ്കിൽ ഹറാമാണ്. فسؤال المال محرم فلا يجوز أن يسأل من أحد مالا إلا إذا دعت الضرورة إلى ذلك. മറ്റുള്ളവരോട് സമ്പത്ത് ചോദിക്കുക, പൈസ ചോദിക്കുക എന്നുള്ളത് ഹറാമാണ്. ദറൂറത്തിന്റെ ആവശ്യത്തിനല്ലാതെ, ദറൂറത്തിന്റെ ഘട്ടത്തിലല്ലാതെ മറ്റുള്ളവരോട് സമ്പത്ത് ചോദിക്കൽ ഹറാമാണ്. നേരെ മറിച്ച് സഹായം ചോദിക്കാം, ശാരീരികമായ എന്തെങ്കിലും സഹായം ചെയ്തു തരാൻ വേണ്ടി ചോദിക്കുക എന്നുള്ളത് ഹാദിഹി മക്റൂഹ ഇല്ലാ ഇദാ ദഅത്തിൽ ഹാജ ഇലാ ദാലിക. അതിനാവശ്യം ഇല്ലെങ്കിൽ ചോദിക്കൽ മക്റൂഹാണ്. ശാരീരികമായിട്ട് ഒരാൾ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്നു, ഏതെങ്കിലും ഒരു കാര്യം തനിക്ക് എടുത്തു തരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുക. അപ്പം യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യം ഇല്ല, തന്നെ കൊണ്ട് സാധിക്കുന്നതാണെങ്കിൽ അത്തരം ചോദ്യം ചോദിക്കൽ മക്റൂഹാണ്. ഇനി ചോദിച്ച വ്യക്തിക്ക് ഉത്തരം നൽകുന്നതുമായി ബന്ധപ്പെട്ട് ഇജാബത്തു സായിൽ,
ആ ചോദ്യം ചോദിച്ചവന് ഉത്തരം നൽകുന്നതുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തത് അൻ യസ്അല സുആലൻ മുജറദൻ, വെറും ഒരു ചോദ്യമായിരിക്കാം. ഏതുപോലെ കൻ യഖൂൽ യാ ഫുലാൻ അഅതിനി കദാ വകദാ, ഒരു വ്യക്തി മറ്റൊരാളോട് പറയാണ് ഇന്ന സംഗതി എനിക്ക് തരൂ എന്നൊരാൾ ആവശ്യപ്പെടുന്നു. സുആൽ മുജറദ്, വെറുതെ സാധാരണ നിലക്കുള്ള ചോദ്യം. ഫൈൻ കാന മിമ്മ അബഅഹു ശാരിഹ് ലഹു ഫഇന്നക തുഅതി കൽ ഫഖീർ യസ്അലു ശൈഅൻ മിന സക്കാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ചിട്ടുള്ള സംഗതിയാണെങ്കിൽ നീ അത് ചോദിച്ച വ്യക്തിക്ക് നൽകാം. ഏതുപോലെ ഒരു ഫക്കീറിന് സക്കാത്തിൽ നിന്ന് നൽകുന്നത് പോലെ. ഫക്കീർ സക്കാത്ത് ചോദിച്ചു, അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിച്ച കാര്യമാണ് ഫക്കീറിന് സക്കാത്ത് നൽകുക എന്നുള്ളത്. അപ്പം അങ്ങനെ ആ നിലക്കുള്ള ചോദ്യമാണെങ്കിൽ നിനക്കത് നൽകാം. രണ്ടാമത്തെ ചോദ്യം അൻ യസ്അല ബില്ലാ, അള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ടാണ് ഒരാൾ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫഹാദാ തുജീബു, അതിന് ഉത്തരം നൽകൽ നിർബന്ധമായി തീരും. ലിഅന്നഹു സഅല ബിഅദീം ഫഇജാബതുഹു മിൻ തഅദീമി ഹാദൽ അദീം, കാരണം ഒരു അദീമായ ഒരു കാര്യം കൊണ്ടാണ്, അദീമായിട്ടുള്ളവനെ കൊണ്ടാണ് അവൻ ചോദിച്ചിട്ടുള്ളത്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൊണ്ടാണ് അവൻ ചോദിച്ചത്. അപ്പം അതിന് ഉത്തരം നൽകുക എന്നുള്ളത് ആ അദീമായ അള്ളാഹുവിനെ തഅദീം ചെയ്യുന്നതിൽപ്പെട്ടതാണ്. ലാകിൻ ലൗ സഅല ഇസ്മൻ, പക്ഷേ ഒരു ഇസ്മാണ്, ഒരു തിന്മയാണ് അവൻ ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ ഔ കാന ഫീ ഇജാബതിഹി ദററ അൽ മസ്ഊൽ, അല്ലെങ്കിൽ ആ ചോദിച്ചതിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ ചോദിക്കപ്പെട്ടവന്റെ മേലെ എന്തെങ്കിലും ഉപദ്രവം ഉണ്ടാകും എന്ന അവസ്ഥയിലാണെങ്കിൽ ഫഇന്നഹു ലാ യുജാബ്, ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ പാടില്ല. ആ ആവശ്യപ്പെട്ട സംഗതി അള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ട് ചോദിച്ചതാണെങ്കിൽ പോലും അതിന് ഉത്തരം നൽകാൻ പാടില്ല. ഏതുപോലെയാണ് അൻ യസ്അലുക ബില്ലാഹി നുഖൂദൻ ലിയശ്തരി ബിഹാ മുഹറമൻ കൽ ഖംർ, ഒരു വ്യക്തി കള്ളു കുടിക്കാൻ വേണ്ടി അള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് പൈസ ചോദിക്കുന്നു. ആ അവസ്ഥയിൽ അത് കൊടുക്കാൻ പാടില്ല. എന്താണത് കാരണം? ഇസ്മാണ്, അത് ഇസ്മാണ്, തിന്മയാണ്. അപ്പൊ ഇസ്മായിട്ടുള്ള രീതിയിലാണ് ചോദ്യമെങ്കിൽ, ഇസ്മായിട്ടുള്ള കാര്യത്തിനാണ് അള്ളാഹു നിർത്തിക്കൊണ്ട് ചോദിക്കുന്നതെങ്കിൽ അതിന് ഉത്തരം നൽകാൻ പാടില്ല. അതേപോലെ തന്നെ ചോദിക്കപ്പെടുന്നവന് ആ ഇജാബത്ത് കൊണ്ട്, ആ ഉത്തരം നൽകുന്നത് കൊണ്ട് ദററുണ്ടാകും, ഉപദ്രവം ഉണ്ടാകും എന്ന് ഭയപ്പെടുകയാണെങ്കിൽ, ഇതുപോലെ അൻ യസ്അലുക ബില്ലാ അൻ തുഖ്ബിറഹു അമ്മാ ഫീ സിർരിക് വമാ തഫഅലു മാ അഹ്ലിക്, അപ്പൊ നിന്റെ സിറായിട്ട്, നിന്റെ രഹസ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ, നിന്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധം, അതുപോലെയുള്ള കാര്യങ്ങൾ എനിക്ക് നീ അറിയിച്ചു തരണം അള്ളാഹിനെ മുൻനിർത്തിക്കൊണ്ടെന്ന് ഒരാൾ ആവശ്യപ്പെട്ടാൽ അത് അറിയിച്ചു കൊടുക്കാൻ പാടില്ല, അതിന് ഉത്തരം നൽകാൻ പാടില്ല. വമൻ ദഅാകും ഫഅജീബൂഹു, നിങ്ങൾ ആരെങ്കിലും ക്ഷണിച്ചു കഴിഞ്ഞാൽ ക്ഷണത്തിന് ഉത്തരം നൽകുക. വദാഹിറുൽ ഹദീസ് വുജൂബ് ഇജാബത്തി ദഅവ ഫീ കുല്ലി ദഅവ, ഈ ഹദീസിനെ ദാഹിറായിട്ട് മനസ്സിലാക്കുന്നത് ഏത് തരത്തിലുള്ള ക്ഷണമാകട്ടെ എല്ലാ ക്ഷണവും അതിൽ പെടും, വലിയമയാകട്ടെ അല്ലാത്തതാകട്ടെ. അതാണ് ദാഹിരിയുടെ അഭിപ്രായം. എന്നാൽ ജംഹൂറു അഹ്ലുൽ ഇൽം, ഭൂരിഭാഗം ഉലമാക്കളുടെ അഭിപ്രായം അല അന്നഹ മുസ്തഹബ്ബ ഇല്ലാ ദഅവത്തുൽ ഉർസ്, അപ്പൊ ദഅവത്ത്, ക്ഷണം, അതിന് ഉത്തരം നൽകുക എന്നുള്ളത് മുസ്തഹബാണ്. ഏത് ദഅവത്ത് ഒഴിച്ച്? വിവാഹത്തിന്റെ അല്ലെങ്കിൽ വലീമയുടെ ദഅവത്ത് ഒഴിച്ച്. വലീമയുടെ ക്ഷണം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ക്ഷണവും ഉത്തരം നൽകൽ എന്താണ്? മുസ്തഹബാണ്. അതാണ് ഭൂരിഭാഗം ഉലമാക്കളുടെയും അഭിപ്രായം. لقوله صلى الله عليه وسلم ومن لم يجب فقد عصى الله ورسوله, ആരാണ് ആ ദഅവത്തിന് ഉത്തരം നൽകാത്തത് തീർച്ചയായും അവൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിച്ചു, അല്ലെങ്കിൽ റസൂലിനോടും അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിച്ചു. അപ്പൊ അത്തരത്തിലുള്ള ദഅവത്തിന് ഉത്തരം നൽകല് വാജിബാകട്ടെ മുസ്തഹബാകട്ടെ അതിന് ചില ശുറൂത്തുകളുണ്ട്. ഒരു വ്യക്തി ഒരു വലീമക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിരുന്നിനോ മറ്റോ ക്ഷണിച്ചു കഴിഞ്ഞാൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുന്നതിന് ചില നിബന്ധനകളുണ്ട്, ഷർത്തുകളുണ്ട്. ഒന്നാമത്തത് അൻ യകൂന ദാഇ മിമ്മൻ ലാ യജിബു ഹജ്റുഹു, അൻ യകൂന ദാഇ മിമ്മൻ ലാ യജിബു ഹജ്റുഹു, ആ ക്ഷണിക്കുന്ന വ്യക്തി ഹജ്ർ ചെയ്യപ്പെടാൻ വാജിബായിട്ടുള്ള വ്യക്തി അല്ലാതിരിക്കും. ഹജ്ർ ചെയ്യൽ നിർബന്ധമായിട്ടുള്ള ഒരു വ്യക്തി അല്ലാതിരിക്കുക ക്ഷണിക്കുന്നവൻ.
രണ്ടാമത്തേത് അല്ലാ യകൂന ഹുനാക മുൻകർ ഫി മകാനി ദഅവ, ഈ ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് തിന്മകൾ ഇല്ലാതിരിക്കുക. ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് തിന്മയില്ലാതിരിക്കുക. മ്യൂസിക്, അതുപോലെ തന്നെ പിന്നെ തസ്വീർ, അങ്ങനെ ശറഈന് വിരുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ആ ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് ഇല്ലാതിരിക്കണം. ഫൈൻ കാന ഹുനാക മുൻകർ, ഞാൻ ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് തിന്മയുണ്ടെങ്കിൽ ഫൈൻ അംകനഹു ഇസാലത്തു, ആ തിന്മയെ ഇല്ലാതാക്കാൻ, നീക്കം ചെയ്യാൻ നിനക്ക് സാധിക്കുകയും ചെയ്യുമെങ്കിൽ വജബ അലൈഹിൽ ഹുദൂർ ലിസബബൈൻ, രണ്ട് കാര്യങ്ങളെ കൊണ്ട് അവിടെ ഹാജരാകൽ നിന്റെ മേലെ വാജിബായി തീരും, നിർബന്ധമായി തീരും. അതായത് ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് തിന്മയുണ്ട്, ആ തിന്മ ഇല്ലാതാക്കാൻ, അതിനെ നീക്കം ചെയ്യാൻ നിനക്ക് സാധിക്കും. അങ്ങനെയാണെങ്കിൽ അവിടെ ഹാജരാകൽ രണ്ട് കാര്യങ്ങളെ കൊണ്ട് നിന്റെ മേലെ നിർബന്ധമായി തീരും. ഒന്ന് ഇജാബത്തു ദഅവ, ആ ക്ഷണത്തിന് ഉത്തരം നൽകുക എന്നുള്ളത് അതുകൊണ്ട്. രണ്ടാമത്തത് തഗ്യീറുൽ മുൻകർ, മുൻകറിനെ മാറ്റുക എന്നുള്ളത് കൊണ്ട്. ഈ രണ്ട് കാര്യങ്ങളെ കൊണ്ട് അവിടെ ഹാജരാകാൻ നിന്റെ മേലെ വാജിബായി തീരും. എപ്പോഴാണെങ്കിൽ ആ തിന്മ നീക്കം ചെയ്യാൻ നിനക്ക് സാധിക്കുമെങ്കിൽ. വൈൻ കാന ലാ യുംകിനുഹു ഇസാലത്തു, ഇനി ആ തിന്മ നീക്കം ചെയ്യാൻ, ഇല്ലാതാക്കാൻ നിനക്ക് സാധിക്കുകയില്ല എങ്കിൽ നിന്റെ മേൽ അവിടെ ഹാജരാകൽ എന്താണ്? ഹറാമാണ്. ആ സ്ഥലത്ത് ഹാജരാകൽ ഹറാമാണ്. മൂന്നാമത്തെ ഷർത്ത് അൻ യകൂന ദാഇ മുസ്ലിമൻ, ആ ക്ഷണിക്കുന്ന വ്യക്തി മുസ്ലിം ആയിരിക്കുക. വഇല്ലാ ലം തജിബ് ഇജാബ, ആ വ്യക്തി മുസ്ലിം അല്ലെങ്കിൽ നിന്റെ മേലെ വാജിബല്ല അതിന് ഉത്തരം നൽകൽ. എന്നുവെച്ചാൽ മുസ്തഹബാകാം, വാജിബ് എന്ന് പറയുന്ന ഹുക്കം അവിടെ നിന്ന് നീങ്ങിപ്പോകും. ആ വ്യക്തി മുസ്ലിം ആണെങ്കിലാണ്, ഏത് ക്ഷണിക്കുന്ന വ്യക്തി മുസ്ലിം ആണെങ്കിലാണ് നിന്റെ മേലെ അവിടെ ഇജാബത്ത് കൊടുക്കൽ, അതിനെ ആ ക്ഷണം സ്വീകരിക്കൽ വാജിബായി തീരുക. ലിഖൗലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹഖുൽ മുസ്ലിമി അലൽ മുസ്ലിമി ഖംസുൻ ഔ സിത്തുൻ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിന്റെ മേലെയുള്ള ബാധ്യതകൾ 6 എണ്ണമാണെന്ന് പറയുന്ന ഹദീസിൽ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക അതിന്റെ അടിസ്ഥാനത്തിൽ. നാലാമത്തെ ഷർത്ത് അല്ലാ യകൂന കസ്ബുഹു ഹറാമൻ, ഈ ക്ഷണിക്കുന്ന വ്യക്തിയുടെ സമ്പാദ്യം ഹറാമല്ലാതിരിക്കുക. ആ വ്യക്തിയുടെ സമ്പാദ്യം ഹറാമാണ് എങ്കിൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകാൻ പാടില്ല. ലിഅന്ന ഇജാബതഹു തസ്തൽസിം അൻ തഅകുല തആമൻ ഹറാമൻ, ആ വ്യക്തിയുടെ സമ്പാദ്യം ഹറാമാണെങ്കിൽ ഈ ക്ഷണിക്കപ്പെടുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഹറാമായ കാലെടുക്കപ്പെടുന്നു, അവന്റെ ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷിക്കൽ അവന്റെ മേലെ വാജിബായി തീരും. ഹറാമായ അവന്റെ സമ്പാദ്യത്തിൽ നിന്ന് ഭക്ഷിക്കൽ അവന്റെ മേൽ നിർബന്ധമായി തീരും. അത് ഹറാമാണ്, അനുവദനീയമല്ല. ഹദാ ലാ യജൂസ്, അതാണ് ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഈ ക്ഷണിക്കുന്ന വ്യക്തിയുടെ സമ്പാദ്യം ഹറാമാണ്, ആ ഹറാമ കൊണ്ടാണ് അവൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്, അതിന്റെ സമ്പത്ത് കൊണ്ടാണ് അവന്റെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുള്ളത്. ആ ഭക്ഷണം കഴിക്കാൻ നിന്റെ മേൽ എന്തായി തീരും? നിർബന്ധമായി തീരും. അത് കഴിക്കല് ഹറാമാണ്, ജായിസല്ല. വഖാല ആഖറൂൻ, ചില ഉലമാക്കൾ പറഞ്ഞു മാ കാന മുഹറമൻ ലികസ്ബിഹി ഫഇന്നമാ ഇസ്മുഹു അലൽ കാസിബ് ലാ അലാ മൻ അഖദ ബിതരീഖി മുബാഹി മിനൽ കാസിബ്. ആ സമ്പത്ത് ഹറാമായിട്ടുള്ള രീതിയിൽ അല്ല ഹറാമായ മാർഗത്തിലൂടെയാണ് അവൻ സമ്പാദിച്ചെങ്കിൽ അതിന്റെ തെറ്റ്, അതിന്റെ കുറ്റം അവന്റെ മേലാണ്. നേരെ മറിച്ച് അവിടെ അനുവദനീയമായ രീതിയിൽ ആ ഭക്ഷണം കഴിക്കുന്ന ആളുകളുടെ മേലല്ല എന്ന് ചില ഉലമാക്കൾ പറഞ്ഞു. ആ ഹറാമ് സമ്പാദിച്ച വ്യക്തിയുടെ മേലാണ് അവൻ അതിന് കുറ്റം. നേരെ മറിച്ച് ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ട ശറഈയായ രീതിയിൽ അല്ലെങ്കിൽ മുബാഹായ രീതിയിൽ അത് ഭക്ഷിക്കുന്ന ഒരുവന്റെ മേലെ ആ തെറ്റില്ല. ബിഖിലാഫി മാ കാന മുഹറമൻ ലിഐനി, എന്നാൽ ഐനി ആയിക്കൊണ്ട് ആ കാര്യം ഹറാമാണ് എങ്കിൽ അത് ഭക്ഷിക്കാൻ പാടില്ല. ഏതുപോലെ ഖംറ്, ഖംറ് പോലെ അല്ലെങ്കിൽ മദ്യം പോലെയുള്ള നേർക്ക് നേരെ ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ് അവർക്ക് അവിടെ കാണുന്നത്. ഈ ഒരു അഭിപ്രായമാണ്
അഭിപ്രായങ്ങൾ വെച്ച് ഏറ്റവും കവിയായിട്ടുള്ളത്. കാരണം അതിന് തെളിവായിക്കൊണ്ട് അവർ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദിയിൽ നിന്ന് തന്റെ കുടുംബത്തിന് വേണ്ടി ഭക്ഷണം വാങ്ങിയിട്ടുണ്ട്. അപ്പൊ യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അതേപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഹൂദി നൽകിയ ആടിന്റെ ഇറച്ചി ഭക്ഷിച്ചു ഖൈബറിൽ വെച്ച്. യഹൂദിയുടെ ദഅവത്തിന് ക്ഷണത്തിന് ഉത്തരം നൽകി. അപ്പൊ നമുക്കറിയപ്പെടുന്ന കാര്യമാണ്, യഹൂദികളെ സംബന്ധിച്ചിടത്തോളം അവര് റിബ അതുപോലെ പലിശ ഭക്ഷിക്കുന്നവരാണ്, പലിശ സ്വീകരിക്കുന്ന അതുപോലെയുള്ള മറ്റ് ഹറാമുകളിൽ നിന്ന് സമ്പാദിക്കുന്ന ആളുകളാണ് യഹൂദികൾ. ഷട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തിന് ഉത്തരം നൽകി. ഈ പറയുന്ന രണ്ടാമത്തെ അഭിപ്രായമാണ് ഏറ്റവും കൂടുതൽ കവിയായിട്ടുള്ളത്, സ്ട്രോങ് ആയിട്ടുള്ളത്. അഞ്ചാമത്തെ ഷർത്ത് അല്ലാ തതദമ്മന അൽ ഇജാബ ഇസ്ഖാത്ത് വാജിബ്. അപ്പോ ക്ഷണത്തിന് ഉത്തരം നൽകി കഴിഞ്ഞാൽ നിന്റെ മേലെ വാജിബായ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി തീരുക. ഔ മാ ഹുവ ഔജബ് മിൻഹ, അല്ലെങ്കിൽ ആ ക്ഷണത്തിന് ഉത്തരം നൽകുന്നതിനേക്കാളും നിന്റെ മേലെ നിർബന്ധമായ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാതെ വരിക. അങ്ങനത്തെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ദഅവത്തിന്, ആ ക്ഷണത്തിന് ഉത്തരം നൽകൽ ഹറാമായി തീരും. ആറാമത്തത് അല്ലാ തതദമ്മൻ ദററൻ അലൽ മുജീബ്. ഈ ദഅവത്തിന്, ഈ ക്ഷണത്തിന് ഉത്തരം നൽകുന്നവന്റെ മേലെ, ആ ദഅവത്തിന്, ആ ക്ഷണത്തിന് ഉത്തരം നൽകിയാൽ ഉപദ്രവങ്ങളില്ലാതിരിക്കുക. ഉദാഹരണത്തിന് ഒരാൾ വലീമയ്ക്ക് ക്ഷണിച്ചു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിരുന്നിന് ക്ഷണിച്ചു. അപ്പൊ ആ ദഅവത്തിന് ഉത്തരം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിന്റെ മേലെ സഫർ ആവശ്യമാണ്. ഒരു യാത്ര ചെയ്യേണ്ട ദൂരത്താണ് ഈ സ്ഥലമുള്ളത്, യാത്ര ചെയ്തു പോകേണ്ട ദൂരമാണുള്ളത്. അല്ലെങ്കിൽ മുഫാറഖത്ത് അഹ്ലിൽ അൽ മുഹ്താജീന ഇലാ വുജൂദിഹി വൈനഹു, അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക്, ഈ ക്ഷണിക്കപ്പെട്ട സ്ഥലത്തേക്ക് പോകണം എന്നുണ്ടെങ്കിൽ നിന്റെ സാന്നിധ്യം നിർബന്ധമായിട്ടുള്ള നിന്റെ കുടുംബത്തെ വിട്ടു വേണം നിനക്ക് പോകാൻ. അപ്പൊ അങ്ങനെ ഉള്ള ദററുകൾ, ഉപദ്രവങ്ങൾ ഈ ദഅവത്തിന്, ഈ ക്ഷണത്തിന് ഉത്തരം നൽകിയാൽ അവന്റെ മേലെ സംഭവിക്കുമെങ്കിൽ അതിന് ഉത്തരം നൽകാൻ നിന്റെ മേലെ ഹറാമാണ്. 6 ഷർത്തുകളാണ് നമ്മൾ പറഞ്ഞത്. ഒരു ക്ഷണത്തിന് ഉത്തരം നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഷർത്തുകൾ. ഒന്നാമത്തത് ക്ഷണിക്കുന്നവൻ ഹജർ ചെയ്യപ്പെടാൻ നിർബന്ധനായാൽ നിർബന്ധമായിക്കൊണ്ട് ഹജർ ചെയ്യേണ്ടവനായിരിക്കരുത്. രണ്ടാമത്തത് അല്ലാ യകൂന ഹുനാക മുൻകർ ഫി മക്കാനി ദഅവ. ക്ഷണിക്കപ്പെടുന്ന സ്ഥലത്ത് തിന്മ ഉണ്ടായിരിക്കാൻ പാടില്ല. ഇനി അവിടെ തിന്മ ഉണ്ടാകും, ഉണ്ട്, അതുപോലെ തന്നെ ആ തിന്മ നിനക്ക് നീക്കം ചെയ്യാൻ സാധിക്കുമെങ്കിൽ 2 കാര്യങ്ങളെ കൊണ്ട് നിന്റെ മേലെ അവിടെ ഹാജരാകൽ വാജിബായി തീരും. ഒന്നാമത്തത് ദഅവത്തിന് ഉത്തരം നൽകുക എന്നുള്ളത് വാജിബ്. രണ്ടാമത്തത് ഒരു തിന്മയെ ഇല്ലാതാക്കുക എന്നുള്ള വാജിബായ കാര്യം. ഇനി ആ തിന്മയെ ഇസാലത്ത് ചെയ്യാൻ, നീക്കം ചെയ്യാൻ നിനക്ക് സാധിക്കുകയില്ലെങ്കിൽ അവിടെ ഹാജരാകൽ നിന്റെ മേലെ ഹറാമാണ്. മൂന്നാമത്തെ ഷർത്ത് ക്ഷണിക്കുന്നവൻ മുസ്ലിം ആയിരിക്കണം. ഇല്ല എങ്കിൽ അതിനുത്തരം നൽകാൻ നിന്റെ മേലെ വാജിബല്ല. ഹഖുൽ മുസ്ലിം അലൽ മുസ്ലിം സിത്തുൻ, ഹദീസിന്റെ അടിസ്ഥാനത്തിൽ. നാലാമത്തത് ക്ഷണിക്കപ്പെടുന്നവന്റെ സമ്പാദ്യം ഹറാമായിരിക്കരുത്. അതിന്റെ 2 അഭിപ്രായങ്ങൾ നമ്മൾ പറഞ്ഞു. അതിൽ ഏറ്റവും കവിയായിട്ടുള്ളത് രണ്ടാമത്തെ അഭിപ്രായമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ. അഞ്ചാമത്തത് വാജിബായ ഒരു കാര്യം ആ ദഅവത്തിന് ഉത്തരം നൽകുന്നത് കൊണ്ട് സംഭവിക്കാൻ പാടില്ല. വാജിബായ ഒരു കാര്യം ഇല്ലാതായി തീരാൻ, അല്ലെങ്കിൽ അതിന് കോട്ടം സംഭവിക്കുന്നത് പാടില്ല. ആറാമത്തത് ഉത്തരം നൽകുന്നവന് മേൽ അതുകൊണ്ട് ഉപദ്രവം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ യാത്ര ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ തന്റെ ആവശ്യമുള്ള അഹ്ലിന് അല്ലെങ്കിൽ കുടുംബത്തെ വിട്ടുപിരിയുക, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പാടില്ല. വമൻ സന ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ. നിങ്ങളോട് ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ അതിന് പ്രത്യുപകാരം നൽകുക, പ്രത്യുപകാരമായി കൊണ്ട് നന്മ ചെയ്യുക. ഹാദാ അലാ സബീലിൽ വുജൂബ്. ഇത് വാജിബായിട്ടുള്ള സംഗതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മൻ സന ഇലൈക്കും മഅറൂഫൻ ഫകാഫിഉ.
وأن الإنسان يجيب يكافئ المعروف هذا من صفات المؤمنين. മുഅ്മിനീങ്ങളുടെ സിഫത്തിൽപ്പെട്ടതാണ് ഒരാൾ തനിക്ക് നന്മ ചെയ്താൽ അതിന് പ്രത്യുപകാരം ചെയ്യുക എന്നുള്ളത്. ومن صنع إليكم معروفا فكافئوه فإن لم تجدوا ما تكافئونه. ഇനി പ്രത്യുപകാരം ചെയ്യാൻ നിന്റെ അടുക്കൽ ഒന്നുമില്ല എങ്കിൽ, ഒന്നും നീ കണ്ടെത്തുന്നില്ലെങ്കിൽ ഫദ്ഉ ലഹു, അവന് വേണ്ടി നീ ദുആ ചെയ്യുക, അവന് വേണ്ടി നീ ദുആ ചെയ്യുക. ബാറക്കല്ലാഹു ഫീക് ഔ ജസാക്കല്ലാഹു ഖൈറൻ, അങ്ങനെയുള്ള ദുആകൾ അവർക്ക് വേണ്ടി ചെയ്യാം. അന്നകും തദ്ഉ ലഹു ബിമാ തസ്തതി', നിനക്ക് സാധിക്കുന്ന രീതിയിൽ അവന് വേണ്ടി ദുആ ചെയ്യുക. ഹത്താ തറൗ അന്നകും ഖദ് കാഫഅ്തുമു, നീ അവന് പ്രത്യുപകാരം നൽകിയിരിക്കുന്നു എന്ന് നിനക്ക് തൃപ്തി വരുന്നത് വരെ നീ അവന് വേണ്ടി ദുആ ചെയ്യുക. وجاء في لفظ في قول جزاك الله خيرا فقد أبلغ في الثناء هذا حديث منكر. പോയി ജസാക്കല്ലാഹു ഖൈറൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവൻ അതിന്റെ ഏറ്റവും ഉന്നതമായ സനായിൽ എത്തിയിരിക്കുന്നു എന്ന് പറയുന്ന ഹദീസ് അത് മുൻകറാണ്. അപ്പോൾ സ്വഹീഹായിട്ടുള്ളത് അന്നകും തദ്ഉ ലഹു ബിമാ തസ്തതി', നിനക്ക് സാധിക്കുന്ന രീതിയിൽ അവന് വേണ്ടി ദുആ ചെയ്യുക എന്നുള്ളതാണ്. بالدعاء فيما تستطيع حتى تروا أنكم قد كافأتموه. إلهنا سبحانك بحمدك أشهد أن لا إله إلا أنت أستغفرك. وحتى ولو كان كافرا, ഒരു കാഫിറാണ് നിനക്ക് നന്മ ചെയ്തെങ്കിൽ പോലും അതിന് പ്രത്യുപകാരം ചെയ്യണം. അത് മക്കാരിമുൽ അഖ്ലാഖിൽപ്പെട്ടത്, ഏറ്റവും ആദരണീയമായിട്ടുള്ള സ്വഭാവത്തിൽപ്പെട്ടതാണ്. തനിക്ക് നന്മ ചെയ്തൊരു കാഫിറാണെങ്കിൽ പോലും അവന് പ്രത്യുപകാരം ചെയ്യാന്നുള്ളത്. ولو كان كافرا لأن هذا من باب مكارم الأخلاق. طيب سبحانك وبحمدك أشهد أن لا إله إلا أنت أستغفرك. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على نبينا محمد